ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുന്തിരി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കുക. ഈ അതേ നെയ്യിലേക്ക് തന്നെ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നെയ്യിൽ തന്നെ ചെയ്യുമ്പോഴാണ് നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ചെയ്യാം. ഇനി ഈ ഒരു സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചിലർ ചേർക്കാറുണ്ട്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂവാണ് ചേർത്തിട്ടുള്ളത്. ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു കുറച്ച് വലിയൊരു കഷ്ണം പട്ട, അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ഗ്ലാസ് പാലാണ്. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാലാണ് ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. ഈ പാല് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ റൈസ് നല്ല സോഫ്റ്റ് ആയിക്കാരം, അതുപോലെ നല്ല ടേസ്റ്റ് ആയിക്കാരം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിച്ച ഗ്ലാസ്സിനാണ് ഞാൻ അരി അളന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി ആദ്യം ഒന്ന് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്, അതൊന്ന് വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അതോ ചില അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിക്ക് 2 ഗ്ലാസ് വെള്ളം പാകമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് സവാള ഫ്രൈ ആക്കിയതൊക്കെ മേലെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യട്ടോ. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് മല്ലയിലും കൂടെ ചേർക്കുന്നുണ്ട്. അടിപൊളി റൈസാണ് കേട്ടോ. ഇത് ബിരിയാണി റൈസായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നെയ്ച്ചോറായിട്ടും കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.